നമസ്കാരം. ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം 1201 സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെ അവതരിപ്പിച്ചു വരികയായിരുന്നു. ഇപ്പോൾ നമുക്ക് ചോതി നക്ഷത്രക്കാരുടെ പുതുവർഷം എങ്ങനെയുണ്ടാകുമെന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് ചോതി നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷത എന്താണ് എന്ന് നോക്കാം. ദാദാ സുഖി തൃഷാലുഹു പ്രിയവാഗ് ധർമാശ്രിത പരാർത്ഥശ്ച ധനവാൻ വിദേശവാസി ബഹുബന്ധു തസ്കരോ ഭവേൽ സ്വാത്യ എന്നാണ്. അതായത് ചോതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ദാനം ചെയ്യുന്നവരായും സുഖം അനുഭവിക്കുന്നവരായും ആശയമുള്ളവരായും ഇഷ്ടമുള്ള വാക്കിനെ പറയുന്നവരായിട്ടും ധർമ്മത്തെ ആശ്രയിക്കുന്നവരായും അന്യകാര്യങ്ങളോടും അന്യധനത്തോടും കൂടിയവരായിട്ടും പൊതുവെ ധനവാന്മാരായും അന്യദേശവാസമുള്ളവരായിട്ടും വളരെ ബന്ധുക്കളുള്ളവരായിട്ടും തസ്കരത്വമുള്ളവരായിട്ടും ഭവിക്കുമെന്നാണ്. ഇനി നമുക്ക് ചോതി നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെ നോക്കാം. ചോതി നക്ഷത്രം തുലാക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. ചോതി നക്ഷത്രം ഒരു മുഴു നക്ഷത്രമാണ്. വ്യാഴം 9ാം ഭാവത്തിലാണ്. ശനി ആകട്ടെ 6ാം ഭാവത്തിലാണ്. കേതു 11ലും രാഹു 5ലുമായിട്ടാണ് നിൽക്കുന്നത്. ഒട്ടുമിക്ക ഗ്രഹങ്ങളും നല്ല ഭാവങ്ങളിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ പൊതുവെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു വർഷമായിരിക്കും ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ പുതുവർഷം. ന്യായമായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം തന്നെ നിറവേറ്റപ്പെടുന്നതാണ്. തൊഴിലില്ലാത്തവർക്ക് അർഹതയ്ക്കനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കുന്നതാണ്. പഠന മികവ് പൊതുവെ ഉണ്ടാകുന്നതാണ്. കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഉന്നതമായിട്ടുള്ള അവസരങ്ങൾ തേടി വരുന്നതാണ്. വ്യാപാരം ആരംഭിക്കുവാനും വ്യാപാരത്തിൽ വിജയിക്കുവാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായി പൊതുവെ സ്വയം പര്യാപ്തതയിൽ എത്തിച്ചേരാൻ സാധിക്കും. ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും സ്ഥാനമാനങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. പ്രണയിക്കുന്നവർക്ക് വിവാഹ സാഫല്യം ഉണ്ടാകുന്നതാണ്. പൊതുവെ ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പുതുവർഷത്തിൽ വിവാഹാലോചനകളൊക്കെ നടക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. വാടക വീട്ടിൽ കഴിഞ്ഞിരുന്നവർക്ക് സ്വന്തം വീട് വാങ്ങി അതിലേക്ക് താമസം മാറ്റാനുള്ള യോഗം ഉണ്ടാകും. പൊതുവെ ഗൃഹാന്തരീക്ഷം പൊതുവെ സമാധാനപ്രദമായിരിക്കും. വാഹനം വാങ്ങാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും. രാഹു 5ൽ നിൽക്കുകയാണ്. ഗുണകരമല്ലാത്ത ശാഠ്യവും പിടിവാശിയും ഒക്കെ ഉണ്ടായി എന്ന് വരാം. മനസ്സിനെയും ചിന്തകളെയും പ്രവർത്തനങ്ങളെയും ഒക്കെ ഒന്ന് ഏകോപിപ്പിക്കുക, സ്വസ്ഥമാക്കുക, ശാന്തമാക്കുക. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നിലവിൽ ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്നൊക്കെ ആശ്വാസം കണ്ടെത്താൻ സാധിക്കുന്ന സമയമാണ്. കൂടാതെ സഹോദരങ്ങളിൽ നിന്നും സഹായികളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. അതോടൊപ്പം സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. അവരുടെ ഉയർച്ച കാണാൻ സാധിക്കുന്നതാണ്. ചോതി നക്ഷത്രക്കാരെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്നുള്ള എന്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. അതിൽ നിങ്ങൾക്ക് വിലപ്പെട്ട അറിവുകൾ ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം, ശുഭദിനം.